പറയുന്നത് വെച്ചാൽ ഇത് ബാംഗ്ലൂരിൽ നിന്നോ ഏതോ ഒരു സ്ഥലത്തു നിന്ന് വണ്ടി അല്ല ട്രാക്കിൽ ഇത് മറ്റേ അതിൽ കയറിയിരിക്കുന്നതേ ഉള്ളൂ. അത് ട്രാൻസിറ്റിലാണ്. എനിക്ക് ട്രാൻസിറ്റ് നമ്പരും പിന്നെ ഒരു ചേസ് നമ്പരും അയച്ചു തന്നു. സാർ ഇതാണ് സാറിൻ്റെ വണ്ടി, എൻ്റെ ചേസ് നമ്പർ ഇതാണ്, ട്രാൻസിറ്റ് നമ്പർ സാർ വേണേൽ ചെക്ക് ചെയ്യാം. ഈ ട്രാൻസിറ്റ് നമ്പർ എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യും. ചേസ് നമ്പർ കിട്ടിയിട്ട് എന്തോ വേണ്ടിയില്ല, വെയിറ്റിംഗ്, വീണ്ടും വെയിറ്റിംഗ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു മെയ് കഴിഞ്ഞപ്പോഴത്തേക്ക്, മെയ് ഒരു പകുതിയൊക്കെ ആയപ്പം വണ്ടി ട്രിവാൻഡ്രത്ത് വന്നു. അപ്പം ഞാൻ വിളിച്ചു വെച്ച് ഈ വണ്ടി എവിടെയുണ്ട്? വണ്ടി ട്രിവാൻഡ്രത്ത് വന്നു സാർ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോയി കൊണ്ടുവരണം, നിങ്ങൾ എന്നെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ഇന്ന് തന്നെ എടുപ്പിക്കാം. ഇത് ഈ എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ ആളൊരു ഇത് എന്തൊരു പറയണമെന്ന് എനിക്ക് അങ്ങനത്തെ ഒരാളായിപ്പോയി. കാരണം പലതും ഞാൻ വിളിച്ച് പറയുമ്പോഴാണ് ഓർക്കുന്നത് തന്നെ. അയാൾ ഓർക്കുന്നത് തന്നെ ഞാൻ വിളിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. അത് തന്നെ എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്ന് ഞാനൊരു ഒരാഴ്ച മുമ്പേ അറിഞ്ഞു. ഞാൻ ഈ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇയാളെ വിളിക്കുമ്പം അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഫേസ് ലിഫ്റ്റ് ആണെന്നുള്ള ഡീലേഴ്സിന് പോലും ധാരണയില്ല, ഈ എക്സിക്യൂട്ടീവ്സിന് ഒരു ധാരണയില്ല. അല്ല, എനിക്ക് ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്നുള്ള കാര്യം ഈ ഞാൻ ഈ പറഞ്ഞ അന്നോട്ടേ പഞ്ചിൻ്റെ ഭ്രാന്ത് കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ ഫേസ് ലിഫ്റ്റ് ഇയാൾക്ക് ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിന് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞു സാറേ ഇങ്ങനെ ഫേസ് ലിഫ്റ്റ് വരാൻ പോകണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഇനി സാറിൻ്റെ ഇതൊക്കെ ക്യാൻസലായിട്ട് പുതിയ വണ്ടി ആയിരിക്കും തരാൻ പോണത്. അവർക്ക് പോലും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇതില്ല. അങ്ങനെ അവസാനം എങ്ങനെയെങ്കിലും ഈ വണ്ടി വന്നപ്പോഴത്തേക്ക് അതങ്ങ് യാർഡിൽ കിടക്കുകയാണ്. യാർഡിൽ നിന്ന് ഇങ്ങ് കൊണ്ട് വന്നു.